ഹലോ മക്കളുമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് പിണ്ടി തോരൻ വെക്കാം. വാഴയുടെ കൂമ്പ് തോരൻ വെക്കും, പിണ്ടി തോരൻ വെക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? അപ്പം പിണ്ടിയെല്ലാം എടുത്തതിന് ശേഷം അതിൻ്റെ നാര് ഇതുപോലെ ചുറ്റിച്ച് കളയുക. ചുറ്റിച്ച് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അത് അരിഞ്ഞെടുക്കുക. കീറി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം അതിന് ബാക്കിയുള്ള നാരും കൂടെ പോകാൻ വേണ്ടി നമ്മൾ കയ്യിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ കയ്യിലിട്ടൊന്ന് ഉരുട്ടുമ്പോൾ ഇതെല്ലാം പൊഴിഞ്ഞ് വീഴും. നാര് അത് വേറെ വരികയും ചെയ്യും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഇതെൻ്റെ അമ്മ കാണിച്ചു തന്നിട്ടുള്ള ട്രിക്കാണ്, അതുകൊണ്ട് എനിക്കതറിയാം. എന്നിട്ട് ഇതെല്ലാം ശരിയാക്കി നാരെല്ലാം കളഞ്ഞ് കൊണ്ടുവച്ചതിന് ശേഷം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 2 അല്ലി വെളുത്തുള്ളി ഇട്ട്, ഒരു 1/2 സ്പൂണ് ജീരകം ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു കപ്പ് തേങ്ങായും കൂടി ഇട്ട് ഒന്ന് ഒതുക്കി കൊണ്ടുവരും. ഒന്ന് ഒതുക്കിയാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഈ പിണ്ടി അരിഞ്ഞുകൊണ്ട് വെച്ചേക്കുന്നതിനകത്തോട്ട് ഇട്ടതിന് ശേഷം അതെല്ലാം കൂടെ അരച്ച് കൊണ്ടുവന്നത് ഇട്ടതിന് ശേഷം ഇച്ചിരി കരിയാപ്പില ഇട്ട് ഉപ്പും ഇട്ടതിന് പരുവത്തിനുള്ള ഉപ്പെല്ലാം നോക്കി നമുക്ക് അതിനകത്തെല്ലാം ഇട്ട് പുരട്ടി വെച്ചതിന് ശേഷം കടുക് താളിക്കാനായിട്ട് ചട്ടി അടുപ്പേ വെച്ച്, കടുക് താളിക്കല്ല, ഇത് അടുപ്പേ വെക്കാനായിട്ട് ചട്ടി അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ വേണം ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി അരി ഇട്ട് കൊടുക്കും. അരി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് 2 പച്ചമുളകും ചെറുതായിട്ട് പിച്ചി അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുത്ത് കരിയാപ്പില ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് വാരി തത്തിപ്പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഇത് നല്ല നമ്മുടെ വയറ്റിൽ കിടക്കുന്ന മുടിയും അഴുക്കുകളും നമ്മുടെ വയറ്റിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും മലശോധന നല്ലോണം നടക്കാനും എല്ലാത്തിനും നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് നിങ്ങൾ പറയണം നല്ലതാണോ ഇല്ലയോ എന്ന്. ഞാൻ പറഞ്ഞത് ഒരു തെറ്റുമില്ല, നല്ല കറക്റ്റാണ്, നല്ല സാധനമാണിത്. നമ്മളിത് കഴിക്കണം. നമ്മൾ കഴിച്ചാലേ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഴുക്കുകളൊക്കെ പോകത്തുള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്ന് എന്നെ ഒന്ന് സഹായിക്കുക പ്ലീസ്. അപ്പം ഇത് നല്ല സൂപ്പറാണ്. എല്ലാവർക്കും എൻ്റെ വക ടാറ്റാ.